ഹലോ ഫ്രണ്ട്സ്, ത്രിബിൾ എന്ന സിനിമയ്ക്ക് ശേഷം എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് മഹേഷ് ബാബു നായകനായ വാരണാസി. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇപ്പം അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം തന്നെ ഏപ്രിൽ മാസം 7-ാം തീയതി ആയിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്നത്. എല്ലാവർക്കും ചെറിയ ഡൗട്ടുണ്ടായിരുന്നു സിനിമ ഈ വർഷത്തോ അല്ലെങ്കിൽ അടുത്ത വർഷത്തോ വന്നു. പെട്ടെന്ന് റിലീസ് ഡേറ്റ് വന്നതുകൊണ്ട് ഇപ്പോൾ വളരെ പെട്ടെന്നായോ എന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ എല്ലാവരും. ഇപ്പോഴത്തെ സിനിമയ്ക്ക് 2 ഭാഗങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുറത്ത് വരുന്നത്. എന്തരാവോ എന്തോ. നമ്മുടെ പൃഥ്വിരാജാണ് സിനിമയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത്. പ്രിയങ്ക ചോപ്രയാണ് സിനിമയിൽ നായികയായിട്ട് വരുന്നത്. എന്തായാലും കുറേ അപ്ഡേറ്റ് വരുമായിരിക്കും. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് 3 ദിവസം അപ്ഡേറ്റ് വൈകിച്ചത്. എനിക്കൊരു ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടണം, അതിനു വേണ്ടി തന്നെയാണ് ഈ അപ്ഡേറ്റ് ഞാൻ വൈകിച്ചത്. അങ്ങനെ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം. നമ്മുടെ ദളപതി നായകനായ ജനനായകൻ അങ്ങനെ റിലീസിന് ഒരുങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ. നമ്മുടെ റിപ്പോർട്ടർ ന്യൂസിൽ വരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ നിന്ന് ഈ പരാതി കൊടുത്തവരുടെ അണ്ണാക്കിൽ തന്നെ അവന്മാർ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി മേലെ ഇങ്ങനെ പരിപാടി ഇറങ്ങാൻ പറഞ്ഞ് സിനിമയ്ക്ക് ഉടൻ തന്നെ സെൻസർ സർട്ടിഫിക്കറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് തന്നെയാണ് മിക്കവരും പറയുന്നത്. ഈ മാസം തന്നെ വരുന്ന 12-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി സിനിമ തിയേറ്ററിലെത്തിക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ക്ലാരിറ്റി ആയിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ പുറത്ത് വരുമായിരിക്കും. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടനെ വെച്ച് തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് L366. സിനിമയിലെ നമ്മുടെ മോഹൻലാലിൻ്റെ ലുക്കൊക്കെ പുറത്തിറക്കി അത്യാവശ്യം വൈറലൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഏതാ സിനിമയിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ പോസ്റ്ററും പേരും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുവാണ്. ലവ്ലജൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, TS ലവ്ലജൻ. ക്യാരക്ടറെ കണ്ടിട്ട് ഒരു കോമഡി എൻ്റർടൈനർ ടൈപ്പുള്ള സിനിമയാണെന്ന് തോന്നുന്നത്. ഒഫീഷ്യൽ ഒരു പോലീസ് സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമൽഹാസനെയും രജനികാന്തിനെയും ഒരുമിച്ച് നായകന്മാരാക്കി ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുന്നേ അപ്ഡേറ്റൊക്കെ വന്നതാണ്. ആദ്യം സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിരുന്നത് നമ്മുടെ ലോകേഷനാണ്. അത് എന്തായെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് ശേഷം സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് സുന്ദർ സി ആണെന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് പുള്ളിക്കാരനെ പിന്മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാ പുതിയൊരു പേര് പൊങ്ങി വന്നിട്ടുണ്ട്, നെൽസൺ. ഇനി നെൽസൺ ആയിരിക്കും സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരുന്നത്. ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ എങ്ങനെ സമയം കിട്ടുന്നു? അപ്ഡേറ്റ് പുറകെ വരുമായിരിക്കും.